മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ മാറ്റി വെക്കാത്തുണ്ട്, ഇട്ട് കുടിക്കാമല്ലേ? സാറേ കോംപ്ലാൻ ഇല്ല. ചായ വേണോ? ആ ശരി. സന്തോ നിന്നെ ഇന്ന് പതിവ് പോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം. ആ അമ്മയെ വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട, ഹോർലിക്സ്. എന്താ സംഭവിച്ചേ? വൃത്തിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഓഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയൂണാണ്. എന്നെ ചീറ്റ് ചെയ്താണ് നിങ്ങൾ മാനേജ് ചെയ്തത്. ഇല്ല, ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ സന്തോ വേണ്ട, ഞാൻ നിമിഷം ഇവിടെ ഇറങ്ങാണ്. സന്തോ നീ എങ്ങോട്ടും പോട്ടെ സന്തോ. നീ ഇല്ല എനിക്ക് ജീവിക്കാനാവില്ല സന്തോ. സന്തോ SSLC-കാരന് പിയൂണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് കയറി BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കും. ഇത്ര ദിവസമായി ഞാനൊരു പടം കാണുമെന്ന് പറയും. അതിന്റെ നല്ലൊരു പടം ഓടുന്നുണ്ട്. നേരം കിട്ടണ്ടേ മോളെ? ബാങ്ക് വിട്ട് കഴിഞ്ഞാൽ വേണമെന്ന് കാമുകനെ തന്നെ നടത്തും. അത് കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവും. ഇനി എവിടെ സമയം? ആ വേണമെങ്കിലേ മോളെ. ഇന്ന് വേണമെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയേക്കാം. മിനിമമില്ലല്ലോ. വളരെ വീട്ടിന്റെ ഇഷ്ടം. ഇനി നിന്റെ ആഗ്രഹം നടന്നില്ലെന്ന് വേണ്ട. സെക്കൻഡ് ഷോയ്ക്ക് പോയേക്കാം. ഓക്കെ. ഞാനൊന്ന് ടോയ്ലറ്റ്. വേണു, എന്താ ഇത്? എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇത്. ആ തിയേറ്ററിൽ വെച്ച് അത്രയും പേര് ഉമ്മേഷ് അവൾ എന്നെ വാങ്ങിച്ചു. നീയൊക്കെയാണ് അതിലെ കാരണക്കാരന്മാര്. എന്റെ അഭിമാനത്തിന്റെ ഒരു ഫുട്ബോൾ നമുക്ക് സമാധാനം എന്റെ ജീവിതത്തിലായിത്തൊരു നീയൊക്കെ അവളെ വെറുതെ വിടില്ല. എന്ത് വെറുതെ വിടില്ല? നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ഭാവമാണോ? അതേടാ. നീ ആണുങ്ങളുടെ കാരണത്ത് അടിക്കും അല്ലടി? അതെ, അടിക്കും. എങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം. പട്ടി
എന്ത് എന്ത് പറ്റി സാർ? ഇന്ദു, എന്റെ ഇന്ദു അവിടെ. ഇവിടെ കാണുന്നില്ല. നമുക്ക് ഈ വഴി പോയി നോക്കാം. എന്താ സാർ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ ആളുകൾ വല്ലതും വൈകിയാൽ അപകടമാണ്. ഈ രാത്രി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അത്രയും നല്ലതല്ലേ? സാറിന് 4 പേര് അറിയുമെന്നുള്ള ഭയമാണ്. വരൂ സാർ. നിങ്ങൾ വിഷമിക്കണ്ട, വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. വരൂ.